Hi friends, I am Thankachan, retired motor vehicles inspector, TJS vehicle point like Swagatham. In the Vahana Udamala Sambandhichatolam, Avere or Pudia Vahana Wangi Shesham, Adela Chilla modifications, alterations like a Varitanatola, with Alperium. Protegicum Charaku Vahana Ubiuking board. Avere either Fieldilano, Adinde E. Charaka Gadaga Nartana to Desik in the Palapodum, pipe, Allegal, Valia height to loader. It was a Sahajering Lelam. അവർ വാങ്ങിയിരിക്കുന്ന ഒരു വാഹനം അതിന് ഉതകുന്ന രീതിയിൽ അതിലേക്ക് രൂപമാറ്റം വരുത്താനായിട്ടുള്ള ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഇതിന്റെ മുഖ്യ കാരണം നമ്മുടെ ഈ മോട്ടോർ വാഹന നിയമം സെക്ഷൻ 52ഉം കേന്ദ്ര മോട്ടോർ വാഹന ചട്ടം 112ഉമാണ് ഈ വാഹനങ്ങളുടെ ഈ രൂപമാറ്റം സംബന്ധിച്ചിട്ട് നമുക്കുള്ള നിയമങ്ങൾ. അപ്പോൾ ഈ നിയമങ്ങളുടെ ആ ഉപ നിയമങ്ങൾ ഉണ്ടാകാം, മറ്റു പല കണ്ടീഷൻസ് ഉണ്ടാകാം. കാരണം സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവ് പ്രകാരം ഒരു വാഹനം നിർമ്മിച്ച് അത് രജിസ്ട്രേഷൻ എല്ലാം നടത്തി ഒരു വ്യക്തിയുടെ കൈവശം വന്നു ചേർന്നാൽ അതിന്റെ ബേസിക് ഫീച്ചേഴ്സിൽ ഒരു തരത്തിലുള്ള മാറ്റങ്ങളും നടത്താൻ പാടില്ല എന്നുള്ള ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു വിധിയുടെ അടിസ്ഥാനപ്പെടുത്തി ഏതെങ്കിലും തരത്തിലുള്ള രൂപമാറ്റങ്ങൾ നടത്തി കൊടുത്താൽ അത് അവരുടെ ജോലിയെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ആർടിഒമാരാണെങ്കിലോ ജോയിന്റ് ആർടിഒമാരാണെങ്കിലോ ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാനായിട്ട് അവർ മുന്നോട്ട് വരാത്ത ഒരു സാഹചര്യമായിരുന്നു. ആരും അതിന് മെനക്കെടാറില്ല എന്നുള്ളതായിരുന്നു വാസ്തവം. അതിനൊരു മികച്ച ഉദാഹരണം കൂടിയുണ്ട്. ഒരു ഉദ്യോഗസ്ഥൻ ഇങ്ങനെ ഒരു പരാതി, ഈ വാഹനങ്ങൾ ഒരു മോഡിഫിക്കേഷൻ സംബന്ധിച്ചിട്ടുള്ള ഒരു പരാതി, അത് വിജിലൻസ് കേസ് ആവുകയും ഏകദേശം 6-7 മാസങ്ങളായി അദ്ദേഹം സസ്പെൻഷനിലാണ്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം 19/9/2022 ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർ പുറത്തിറക്കിയിട്ടുള്ള ഒരു ഉത്തരവ്, അത് ഈ മോഡിഫിക്കേഷൻ ഓൾട്ടറേഷൻ സംബന്ധിച്ചിട്ടുള്ള ധാരാളം സംശയങ്ങൾ ദൂരീകരിക്കാൻ ഒരു പരിധിവരെ നീക്കാനായിട്ട് ഈ സർക്കുലറിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഓൾട്ടറേഷന് വേണ്ടി സമീപിക്കുന്നവർക്ക് ഇനി യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ നമ്മുടെ അധികാരികൾ, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അനുകൂലമായിട്ടുള്ള ചില നിലപാടുകൾ അവർക്ക് എടുക്കാം എന്നുള്ളതാണ് ഈ ഉത്തരവ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ പലരും ചോദിക്കുന്ന മാതിരി ഈ അനധികൃതമായിട്ട് വിൽക്കുന്ന ക്രാഷ് ഗാർഡുകൾ, ബുൾ ബാറുകൾ, അല്ലെങ്കിൽ സൈലൻസറുകൾ, മറ്റ് എക്സ്ട്രാ ഫിറ്റിങ്സ്, ലൈറ്റുകൾ, ഫോഗ് ലാംപ്സ്, സ്പോട്ട് ലൈറ്റ്സ്, ഇതെല്ലാം പിടിപ്പിക്കാൻ ഉള്ള ഒരു മോഡിഫിക്കേഷൻ ഓർ ഓൾട്ടറേഷൻ സംബന്ധമായിട്ടുള്ള ഒരു വിഷയമാണോ എന്ന് ആ ഒരു സംശയത്തിൽ ഈ വീഡിയോ കാണുന്നവർ ഇവിടെ വെച്ച് ഇത് നിർത്തുന്നതാണ് നല്ലത്. അപ്പോൾ ഇതിൽ ഈ ഓൾട്ടറേഷൻ സംബന്ധിച്ച് മുഖ്യമായിട്ടുള്ള വിഷയങ്ങൾ എന്ന് പറയുന്നത് എൻജിൻ ഓൾട്ടറേഷൻ, ചേസിസ് ഓൾട്ടറേഷൻ, കൂടാതെ ചില പ്രത്യേകതരം വാഹനങ്ങൾ, ഈ മൊബൈൽ ക്യാൻറ്റീൻ, ഫുഡ്, അല്ലെങ്കിൽ ക്യാഷ് വാൻ, റിക്കവറി വെഹിക്കിൾ, ഇങ്ങനെ ധാരാളം വാഹനങ്ങൾ ഇവിടെ നമ്മുടെ ഈ രജിസ്ട്രേഷൻ നടപടികൾ അല്ലെങ്കിൽ ഈ ഓൾട്ടറേഷൻ നടത്തി കൊടുക്കാത്തത് മൂലം കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം നമ്മുടെ സർക്കാരിനുണ്ടായിട്ടുണ്ടെന്നുള്ള ഒരു വിലയിരുത്തലാണുള്ളത്. കാരണം ഈ വാഹനങ്ങൾ പലർക്കും ഇതുപോലെ വാഹനങ്ങൾ വാങ്ങിച്ചതിന് ശേഷം ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ആ വാഹനങ്ങൾ തുരുമ്പെടുത്ത് ഇന്ന് വഴിയരികിലെല്ലാം കിടന്ന് നശിക്കുന്ന ചില സാഹചര്യങ്ങളെല്ലാം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പിൽ പോയി, ഏതെങ്കിലും ഒരു ഫാബ്രിക്കേഷൻ ഷോപ്പിൽ പോയി ഈ രൂപമാറ്റങ്ങളൊന്നും വരുത്താനായിട്ട് സാധിക്കുകയില്ല. കേന്ദ്ര മോട്ടോർ വാഹന ചട്ടം 112 അനുശാസിക്കുന്നത് ഇത് സെൻട്രൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ നിഷ്കർഷിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു അപ്രൂവ്ഡ് ഏജൻസിക്ക് മാത്രമേ ഈ ഓൾട്ടറേഷൻസ് നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ബേസിക് ഫീച്ചേഴ്സിൽ മാറ്റം വരുത്താതെ ചെയ്യാവുന്ന ഒരു മോഡിഫിക്കേഷൻസ് ഓൾട്ടറേഷൻ സംബന്ധിച്ചിട്ടാണ് ഈ വീഡിയോ. ഇവിടെ ഈ ബേസിക് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ പലർക്കും സംശയം ഉണ്ടാകും, എന്താണ് ഈ ബേസിക് ഫീച്ചേഴ്സ് എന്ന് സുപ്രീം കോടതി ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരു വാഹനത്തിൻ്റെ ഓവറോൾ ഡയമെൻഷൻസ് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൻ്റെ വാഹനത്തിന് നമ്മൾ മാനുഫാക്ചർ ചെയ്തു വരുമ്പോൾ ഉണ്ടാകുന്ന നീളം, അതിൻ്റെ വീതി, ആ വാഹനത്തിൻ്റെ ഉയരം, ഇതൊന്നും മാറ്റാനായിട്ട് സാധിക്കില്ല. അതിൻ്റെ ബ്രേക്ക് സിസ്റ്റം, സ്റ്റിയറിംഗ് സിസ്റ്റം, ഓവർഹാങ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വീൽ ബേസിൽ നിന്നും പുറകിലേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം. ഇപ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീൽ ബേസിൽ നിന്നും എക്സ്ട്രാ ഈ ചേസിസിൽ ഈ ലെങ്ത് കൂട്ടിക്കൊണ്ട്
കൂടുതൽ സ്പേസും കൂടുതൽ ഭാരവും കയറ്റിക്കൊണ്ട് പോകാൻ ഉള്ള രീതിയിൽ ഉള്ള മോഡിഫിക്കേഷൻസ് അത് ഒരു കാരണവശാലും അനുവദിക്കപ്പെടില്ല. ലൈറ്റ്സ് പ്രത്യേകം, അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ മോഡിഫിക്കേഷൻ, പലരും ചെയ്യുന്ന മോഡിഫിക്കേഷൻസ്. അതായത് ഈ ലൈറ്റ്സിനെ സംബന്ധിച്ച് പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം, വൈറ്റ് ഓർ ലൈറ്റ് യെല്ലോ, ആംബർ, ഇതിൽ നിന്നും വിഭിന്നമായിട്ടുള്ള ഒരു കളറുകളും ഉള്ള പ്രകാശം മുന്നിലേക്ക് പ്രദർശിപ്പിക്കാനായിട്ട് അനുവദിക്കപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ പുറകുവശത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന റെഡ്, ആംബർ ഇതുപോലുള്ള കളറുകൾ ഉപയോഗിക്കാം. ഈ മൾട്ടി കളേർഡ് ആയിട്ടുള്ള LED ആ ഡിസ്പ്ലേകളൊന്നും അനുവദിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഇന്ന് നമ്മൾ വ്യാപകമായ രീതിയിൽ കാണുന്നതാണ് ഈ പലതരത്തിലുള്ള ലൈറ്റുകൾ പിടിപ്പിച്ചുകൊണ്ടുള്ള വാഹനങ്ങൾ. ഈ തരത്തിലുള്ള മോഡിഫിക്കേഷൻസ് അനുവദിക്കപ്പെട്ടിട്ടില്ല. ഇവിടെ ഈ വീഡിയോയിൽ കൂടി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് ഒരു എൻജിൻ മാറ്റണം, ഒരു വാഹനത്തിൻ്റെ എൻജിൻ തകരാറായി അല്ലെങ്കിൽ പഴയതായി അത് മാറ്റണമെന്നുണ്ടെങ്കിൽ എന്താണ് നിയമം? ഇവിടെ ഈ സർക്കുലറിൽ ഇത് പറയുന്നത്, എൻജിൻ്റെയും എൻജിൻ ഭാഗങ്ങളുടെയും പരിഷ്കരണം, വ്യത്യസ്ത തരം ഇന്ധനമോ അല്ലെങ്കിൽ ഊർജ ഉറവിടങ്ങളോ ആയ ബാറ്ററി, സൗരോർജം, പ്രകൃതിവാതകം, LPG എന്നിവയുടെ ഉപയോഗത്തിന് പര്യാപ്തമായ രീതിയിൽ പരിവർത്തനം നടത്തുന്നതിനാവശ്യമായ എൻജിൻ പരിഷ്കരണങ്ങൾ നമ്മുടെ കേന്ദ്ര മോട്ടോർ വാഹന ചട്ടം 112(3) 126 എന്നിവ അനുസൃതമായി അപ്രൂവൽ ലഭിച്ചിട്ടില്ലാത്ത ഒരു റെട്രോഫിറ്റ്മെന്റ് കിറ്റുകളും ഉപയോഗിക്കാൻ അനുവദിക്കുന്നതല്ല. ഓൾട്ടറേഷൻ നടത്തുന്ന അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള ഒരു കംപ്ലയൻസ് റിപ്പോർട്ട്, ആ ഒരു സർട്ടിഫിക്കറ്റ് ഫോം നമ്പർ 22F ഈ റെട്രോഫിറ്റ്മെന്റ് സെന്ററുകൾ നൽകുകയും അത് നമ്മുടെ ഈ പരിവാഹൻ സൈറ്റിൽ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയും വേണം. ഇത് നമ്മുടെ വാഹനങ്ങളിലെ എൻജിനുകളിലുള്ള ആ ഇന്ധനം, ഫ്യൂവൽ വരുന്ന കൺവേർഷനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ, എൻജിൻ മാറ്റി സ്ഥാപിക്കൽ, ഇപ്പോൾ ഒരു എൻജിൻ പൂർണ്ണമായിട്ട് തന്നെ മാറ്റി സ്ഥാപിക്കണം, അല്ലെങ്കിൽ ആ എൻജിനിലെ പാർട്സ് മാറ്റണമെന്നുണ്ടെങ്കിൽ നിലവിൽ വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന അതേ നിർമ്മാതാവിൻ്റെ അതേ സ്പെസിഫിക്കേഷനിൽ ഉള്ള പുതിയ എൻജിൻ മാറ്റി സ്ഥാപിക്കുന്നത് അനുവദിക്കാം. എൻജിൻ മാറ്റി സ്ഥാപിക്കേണ്ടതിൻ്റെ ആവശ്യകത രജിസ്ട്രിംഗ് അതോറിറ്റിക്ക് ബോധ്യമായാൽ മാത്രമാണ് അത് അനുവദിക്കുകയുള്ളൂ. എൻജിൻ റീപ്ലേസ്മെൻറ്റ് നടത്തിയാൽ പുതിയ എൻജിന് എൻജിൻ നമ്പർ ഇല്ല എങ്കിൽ പഴയ നമ്പർ തന്നെ യഥാസ്ഥാനത്ത് കൊത്താൻ ലോക്കൽ കാർവിംഗ് നടത്താനായിട്ട് അനുവദിക്കാം. ഇവിടെ ഈ പുതിയ എൻജിൻ മാത്രമാണ് മാറ്റി സ്ഥാപിക്കാനായിട്ട് പാടുള്ളൂ. ആ പുതിയ എൻജിൻ വാങ്ങുമ്പോൾ ആ ഡീലറുടെ അടുത്തു നിന്നും ഈ മാനുഫാക്ചറർ നൽകുന്ന ആ എൻജിനുള്ള ഇൻവോയ്സ് അത് അപ്ലോഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വരും. അപ്പോൾ അതുകൊണ്ട് പഴയ എൻജിനുകൾ ഇതേ മോഡലാണെങ്കിൽ പോലും അത് വയ്ക്കാനായിട്ടുള്ള അനുവാദം ഇല്ല. ഇവിടെ ഈ എൻജിൻ നമ്പറോ ചേസിസ് നമ്പറോ പ്രത്യേകം കൊത്തിയതിന് ശേഷം അതിൻ്റെ പെൻസിൽ പ്രിൻ്റ് RTO ഓഫീസിൽ ഉദ്യോഗസ്ഥരുടെ പരിശോധനയ്ക്കായിട്ട് ഹാജരാക്കണം. അത് ഈ സൈറ്റിലേക്ക് ഈ പെൻസിൽ പ്രിൻ്റ് അത് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള സൗകര്യം ഉണ്ടാകും. കാരണം പിന്നീട് ഒരിക്കലും ഈ വാഹനം പരിശോധനയ്ക്ക് കൊണ്ടുവരുമ്പോൾ ഈ വാഹനത്തിൽ ഈ നമ്പർ കൊത്തിയതാണെന്ന് കാണുമ്പോൾ പലപ്പോഴും ഇത് തിരസ്കരിക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതേ കൊത്തിയ നമ്പർ തന്നെയാണെന്ന് ഉറപ്പുവരുത്താനായിട്ടുള്ള ഒരു സംവിധാനമാണ്. ഇപ്പോൾ പുതിയ ചേസിസ് നമ്പർ ഉണ്ടെങ്കിൽ പോലും അത് പലപ്പോഴും അതിൽ ചില തിരുത്തലുകളൊക്കെ നടത്തി ചില കള്ളവണ്ടികൾ, മോഷണ വണ്ടികളൊക്കെ നടത്തുന്നത് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു സംവിധാനം കൂടി ഇതിൽ ഏർപ്പെടുത്തുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഈ മോട്ടോർ ക്യാബ്, ടൂറിസ്റ്റ് ടാക്സി, 3 വീലർ NTV ഇതുപോലുള്ള വാഹനങ്ങളുടെ തരം മാറ്റൽ, കൂടാതെ ഫുഡ് കോർട്ട്, മൊബൈൽ ക്യാൻറ്റീൻ, ക്യാഷ് വാൻ, റിക്കവറി വാൻ ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ കൂടി നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് കാത്തിരിക്കുക. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക.